ഹലോ. നാട്ടിൽ നിന്ന് വരുന്നവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നായിരിക്കുമല്ലോ ചിക്കൻ മന്തി. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ മന്തിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സോനയാണ് നമ്മുടെ മെയിൻ ഷെഫ്. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ട പീസസ് എടുത്തിട്ട് അതിനെ ആദ്യമേ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റുകയാണ്. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പിട്ടിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. എല്ലാവർക്കും അറിയായിരിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഉള്ളിയുടെ കളറ് നന്നായി മാറിക്കഴിയുമ്പം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഒരു പകുതി ക്യാപ്സിക്കമാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക, വേണ്ട സ്പൈസസ്. അപ്പോൾ ഞങ്ങൾ ഈ ഉണക്ക നാരങ്ങയൊക്കെ ഇവിടെ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ജമലിൽ എല്ലായിടത്തും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇവിടെ അടുത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടി. പിന്നെ മന്തി റൈസ് ആണെങ്കിലും ഞങ്ങൾക്ക് പെർഫെക്റ്റ് മന്തി റൈസ് തന്നെ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ റൈസ് ഇടുകയാണ്. നേരത്തെ വേവിച്ച് വെച്ച റൈസ് അല്ല ഇടുന്നത്, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ റൈസാണ് ഇടുന്നത്. പിന്നെ 2.25 ഗ്ലാസ് റൈസാണ് ഞങ്ങൾ എടുത്തത്. അതിനൊരു 4.5 ഗ്ലാസോളം വെള്ളം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോയിൽ പേപ്പർ ഉപയോഗിക്കും. ഞങ്ങളൊരു 4 ഫോയിൽ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് കുറച്ച് കട്ടി വേണം, കാരണം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. അപ്പോൾ ആ ചിക്കനെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ ഫോയിൽ പേപ്പേഴ്സിന് വേണം. അപ്പോൾ ഞങ്ങളൊരു 4 ഫോയിൽ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ റൈസ് വേവുമ്പോൾ അതിൻ്റെ ആ ആവി വെച്ചിട്ട് വേണം മുകളിലെ ചിക്കൻ കൂടെ വേവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫോയിൽ പേപ്പേഴ്സിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞങ്ങൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹോൾസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചു. പിന്നെ ഞങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മസാല തന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാല തന്നെയാണ് ഈ ചിക്കൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മസാലയാണോ വേണ്ടത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ ഒരു ഫോയിൽ പേപ്പർ കൂടി എടുത്ത് അതിൻ്റെ മുകൾ വശം നന്നായി കവർ ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇത് ഏകദേശം 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ ഞങ്ങളുടെ മന്തിയൊക്കെ ഏകദേശം റെഡിയായി. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ആ ഫോയിൽ പേപ്പർ അങ്ങ് മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ മന്തി. അപ്പം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ സെർവ് ചെയ്യാണ്. അപ്പം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഞങ്ങൾ ഇതാ കഴിക്കുകയാണ്. സോന, മന്തി എങ്ങനെ ഉണ്ടായി? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കുക്ക്. സോനയുടെ സ്പെഷ്യൽ റെസിപ്പിയിലുള്ള മന്തിയായിരുന്നു. ഇന്ന് മുഖം ഒന്ന് കാണിക്കൂ.